ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതുതായി ഇറങ്ങിയ നത്തിങ് സബ് ബ്രാൻഡായ CMF Phone 2 കുറിച്ചാണ്. ഇതിൻ്റെ ക്യാമറ ഡീറ്റെയിലിംഗ്, പ്രോസസ്സിംഗ് പവർ, സ്പെഷ്യൽ AI ഓപ്പറേറ്റിംഗ് സോഫ്റ്റ്വെയർ, ആഫ്റ്റർ ഓൾ അതിൻ്റെ ആ സ്പെഷ്യൽ ഡിസൈൻ തന്നെ. ലെറ്റ്സ് സ്റ്റാർട്ട് ആൻഡ് ലെറ്റ്സ് റോക്ക്. വീഡിയോ മുഴുവനായിട്ട് കാണുക. CMF Phone 1 പോലെ തന്നെ ഡിസൈൻ പോയിന്റ് ഓഫ് വ്യൂവിൽ CMF Phone 2 ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു ഫോൺ തന്നെയാണ്. 7.8mm അൾട്രാ സ്ലിം ഡിസൈൻ, വെറും 185 ഗ്രാം ഭാരം. ഇത് കയ്യിൽ ഈ ഫോൺ പിടിക്കുമ്പോൾ തന്നെ കംഫർട്ട് മികച്ചതാക്കും. അതിനു പുറമെ സ്റ്റൈലിഷ് സ്റ്റീൽ സ്ക്രൂ ഉപയോഗിച്ചുള്ള ബാക്ക് പാനലുകൾ, അലുമിനിയം ബോഡി വിച്ച് മേക്സ് ദിസ് ഫോൺ മോർ സ്ട്രോങ്ങർ. ഇത് നിങ്ങൾ വിചാരിക്കും പോലെ വെറും ഒരു സ്മാർട്ട് ഫോൺ അല്ല, ഇതൊരു മോഡുലാർ സ്മാർട്ട് ഫോൺ ആണ്. ഇതിൻ്റെ ബാക്ക് പാനലിലെ സ്ക്രൂകൾ മാറ്റി വിവിധ ആക്സസറീസ് ഉപയോഗിക്കാൻ സാധിക്കും, വിച്ച് വുഡ് ബി ദ സെയിം ഫീച്ചർ ദാറ്റ് വി എക്സ്പീരിയൻസ്ഡ് ഇൻ ദ CMF Phone 1. എന്തൊക്കെയാണ് ആ സ്പെഷ്യൽ ആക്സസറീസ് നമുക്ക് നോക്കാം. യൂണിവേഴ്സൽ കവർ. ഇത് വെറും ഒരു ഫോൺ കവർ മാത്രമല്ല, കൂടുതൽ ആക്സസറികൾക്കായി ഈ കവർ ഒരു മാഗ്നറ്റിക് അഡാപ്റ്ററായി ഉപയോഗിക്കാം. ഈ കവറിലോട്ട് വാലറ്റും സ്റ്റാൻഡും ഘടിപ്പിക്കുമ്പോൾ ഇതൊരു കാർഡ് ഹോൾഡറായും സ്റ്റാൻഡായും പ്രവർത്തിക്കുന്നു. നിങ്ങൾക്ക് പിന്നീട് കാർഡുകൾ സൂക്ഷിക്കാനും ഫോൺ വീഡിയോ കാണാനോ മറ്റോ സൗകര്യപ്രദമായ രീതിയിൽ വെക്കാനും ഇത് സഹായിക്കുന്നു. പിന്നീട് വരുന്നൊരു ഗാഡ്ജറ്റാണ് ലാൻയാർഡ്. നമ്മുടെ ഫോണിൻ്റെ ബാക്കിൽ സ്ക്രൂ എടുത്ത് മാറ്റിയതിന് ശേഷം താഴ്ഭാഗത്ത് വെക്കാൻ പറ്റുന്ന ഒരു റൗണ്ട് ആയിട്ടുള്ള ഒരു സെറ്റപ്പാണ്. അതിൽ വേണമെങ്കിൽ നമുക്കൊരു റിങ്ങിൻ്റെ സഹായത്തോടു കൂടെ ചാം, അതേപോലെ ഡെക്കറേഷൻ, സ്ട്രാപ്പ് എന്നിവയൊക്കെ അതിൽ ഘടിപ്പിക്കാൻ പറ്റുന്നതാണ്. എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫോണുകളിൽ പോലും കിട്ടാത്ത ഒരു അക്സസറി ഈ ഫോണിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. മാറ്റി സ്ഥാപിക്കാവുന്ന ലെൻസുകൾ. ഇതുപയോഗിച്ച് വിശാലമായ പ്രകൃതി ദൃശ്യങ്ങൾ പകർത്തിയെടുക്കാൻ സാധിക്കും. അതുപോലെ ഫിഷ് ഐ ലെൻസ്, ഇതുപയോഗിച്ച് രസകരമായ സെൽഫികളും പകർത്താം. അതുപോലെ പ്രത്യേക മാക്രോ ലെൻസുകൾ ഉപയോഗിച്ച് നമുക്ക് ചെറിയ വസ്തുക്കളെ പകർത്തിയെടുക്കാനും സാധിക്കുന്നു. ഫോണിൻ്റെ ക്യാമറ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് നൽകിയിട്ടുള്ളത്. 50 മെഗാപിക്സലിൻ്റെ 2 ക്യാമറകൾ, അതിൽ ഒന്ന് മെയിൻ സെൻസറും മറ്റൊന്ന് ടെലിഫോട്ടോ സെൻസറുമാണ്. ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ ടെലിഫോട്ടോ സെൻസർ നൽകി എന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. അതിലാകട്ടെ 2x ഒപ്റ്റിക്കൽ സൂമും 20x ഡിജിറ്റൽ സൂമും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ക്യാമറയും നൽകിയിട്ടുണ്ട്. മുമ്പിലാകട്ടെ 16 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയും നൽകിയിട്ടുണ്ട്. CMF Phone 1 അപേക്ഷിച്ച് CMF Phone 2 ക്യാമറകൾക്ക് 64% കൂടുതൽ പ്രകാശത്തെ സ്വീകരിക്കാനുള്ള ശേഷിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫോൺ ഉപയോഗിച്ച് വളരെ വ്യക്തതയാർന്ന ചിത്രങ്ങൾ പകർത്തിയെടുക്കാൻ സാധിക്കും. ടൈം ലെൻസ് എഞ്ചിൻ 3 ഉപയോഗിക്കുന്ന അൾട്രാ XDR അൽഗോരിതമാണ് ഈ ഫോണിൻ്റെ പ്രധാന സവിശേഷത. 4 വ്യത്യസ്ത ഫോക്കൽ ലെങ്ത്തുള്ള ക്യാമറ സിസ്റ്റം ഉപയോഗിക്കുന്നതിനാൽ സാധാരണ ഫോട്ടോകളും പോർട്രേറ്റ് ഫോട്ടോകളും വളരെ മികച്ചതായിരിക്കും. ഫോണിൻ്റെ സൈഡിൽ ഒരു പ്രത്യേക ബട്ടൺ നൽകിയിട്ടുണ്ട്, അതാണ് എസെൻഷ്യൽ കീ. ഈ എസെൻഷ്യൽ കീ ഉപയോഗിച്ച് നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കും. ഇനി ക്യാമറ ഓണാക്കിയാണ് നമ്മൾ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഫോട്ടോ എടുക്കാനും സാധിക്കും. ഫോട്ടോയോ സ്ക്രീൻഷോട്ടോ എടുത്തതിന് ശേഷം ഇതേ ബട്ടണിൽ ലോങ് പ്രസ് ചെയ്യുകയാണെങ്കിൽ ആ ഫോട്ടോയെക്കുറിച്ചോ സ്ക്രീൻഷോട്ടിനെ കുറിച്ചോ ഒരു ശബ്ദരേഖ നൽകാനുള്ള സൗകര്യമുണ്ട്. കൂടാതെ എസെൻഷ്യൽ സ്പേസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക സ്പേസിലാണ് ഈ ഫോട്ടോകളും സ്ക്രീൻഷോട്ടുകളും റിമൈൻഡറുകളായി സൂക്ഷിക്കാൻ സാധിക്കുന്നത്. ഭാവിയിൽ കൂടുതൽ വിവരങ്ങൾ ആവശ്യമെങ്കിൽ AI സഹായവും ഇവിടെ ലഭിക്കുന്നു. അതായത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇത് നിങ്ങളുടെ ജോലിയെ വളരെ എളുപ്പമാക്കാനുള്ള ഒരു സെക്കൻഡ് മെമ്മറി പോലെ പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. MediaTekന്റെ Dimensity 7300 Pro 5G 4nm പ്രോസസ്സറാണ് ഈ ഫോണിന് കരുത്ത് പകരുന്നത്. ഇതിൻ്റെ AnTuTu സ്കോർ ആകട്ടെ 7,10,000-ലധികമാണ്. ഡിസ്പ്ലേയുടെ കാര്യത്തിലേക്ക് വന്നാൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റോട് കൂടിയ 6.77 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഫ്ലെക്സിബിൾ AMOLED ഡിസ്പ്ലേ, 3000 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ്സുമാണ് നൽകിയിട്ടുള്ളത്. 1000 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും നൽകിയിട്ടുണ്ട്. ബാറ്ററിയിലേക്ക് വന്നാൽ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടോട് കൂടിയ 5000 മൈക്രോ ആംപിയറിൻ്റെ ബാറ്ററി. ഇതിലൂടെ 22 മണിക്കൂർ യൂട്യൂബ് പ്ലേബാക്ക് സപ്പോർട്ടും 10 മണിക്കൂർ BGM ഗെയിമിംഗ് സപ്പോർട്ടും കമ്പനി വാഗ്ദാനം ചെയ്യുന്നു. CMF Phone 2 Proയിൽ Android 15 അടിസ്ഥാനമാക്കിയുള്ള Nothing OS 3.2 ആണ് വരുന്നത്. ഈ ഫോണിനാകട്ടെ 3 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 6 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും നൽകുന്നുണ്ട്. സാധാരണയായി നത്തിങ് ഫോണുകളിൽ സോഫ്റ്റ്വെയറുകളിൽ വരുന്ന ബഗ്ഗുകളും ക്യാമറകളിലെ പ്രശ്നങ്ങളുമെല്ലാം സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകളിലൂടെ പരിഹരിക്കാറുണ്ട്. നത്തിങ് ഫോണുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ OS തന്നെയാണ്. വളരെ ക്ലീൻ ആൻഡ് സ്മൂത്ത് ഓപ്പറേറ്റിംഗ് OS ആണ് നൽകിയിട്ടുണ്ടാവുക.
ഇതിലാകട്ടെ ബ്ലോട്ട് വയസ്, ആപ്പ് സജഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. CMF ഫോൺ 2 പ്രോയിൽ 68ഓളം ഗുണനിലവാര പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. ഫോണിൻ്റെ ഡിസ്പ്ലേയുടെ ഉറപ്പ് പരിശോധിക്കുന്ന അയൺ ബോൾ ഇമ്പാക്ട് ടെസ്റ്റിൽ 0.33 മീറ്റർ ഉയരത്തിൽ നിന്ന് 200 ഗ്രാം ഭാരമുള്ള ഇരുമ്പ് പന്ത് ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ പതിപ്പിക്കുന്നു. ബെൻഡിംഗ് സ്ട്രെങ്ത് ടെസ്റ്റിൽ ഫോണിന് കേടുപാടുകൾ സംഭവിക്കാതെ വളയ്ക്കാനും തിരിക്കാനുമുള്ള ശേഷി പരിശോധിക്കുന്നു. വെള്ളവും പൊടിയും ഫോണിനെ ബാധിക്കില്ലെന്ന് ഉറപ്പാക്കുന്ന IP54 വാട്ടർ ആൻഡ് ഡസ്റ്റ് ടെസ്റ്റ്. 2,50,000 തവണ ബട്ടൺ പ്രസ് ചെയ്ത് ബട്ടൺ പ്രസ് ടെസ്റ്റും ഫ്ലൂയിഡ് ഇമേഴ്ഷൻ ടെസ്റ്റും നടത്തിയിട്ടുണ്ട്. മൾട്ടിമീഡിയ സെക്ഷനിലോട്ട് വരുന്ന സമയത്താണ് CMF ഫോൺ 1നെ പോലെ തന്നെ CMF ഫോൺ 2ലും പോരായ്മ വരുന്നത്. സിംഗിൾ ബോട്ടം ഫയറിംഗ് മോണോ സ്പീക്കേഴ്സ് തന്നെയാണ് ഇവിടെയും കമ്പനി നൽകിയിട്ടുള്ളൂ. ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ നമുക്ക് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് എല്ലാ ബ്രാൻഡുകളും നൽകുന്നുണ്ട്. അത് വലിയൊരു പോരായ്മ തന്നെയാണ് ഈ ഭാഗത്ത് വരുന്ന സമയത്ത്. 150% ലൗഡ് സ്പീക്കേഴ്സ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. അത് എത്രമാത്രം എഫക്റ്റീവ് ആവും എന്നുള്ളത് ഉപയോഗിച്ച് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. ഫോണിൻ്റെ പ്രൈസ് സെഗ്മെൻറ്റ് വരുന്നത് 20,000 രൂപയുടെ താഴെയായിട്ടാണ് കമ്പനി അനൗൺസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 20,000 രൂപയുടെ താഴെ വരുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ഫോണായിട്ട് തന്നെ CMF ഫോൺ 2നെ നമുക്ക് വിശേഷിപ്പിക്കാം. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? മറ്റുള്ള കമ്പനികളൊക്കെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാതെ സാധാ ഡിസൈനിൽ തന്നെ ഇപ്പോഴും ഫോൺ ഇറക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നത്തിങ് വളരെ പ്രത്യേക ഡിസൈനും അതുപോലെ പ്രത്യേക ആക്സറീസൊക്കെ സെറ്റപ്പ് ചെയ്യാൻ പറ്റിയ ഫോൺ ഇറക്കുന്ന സമയത്ത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇവരുടെ ഈ ഫോണുകൾ മികച്ച ഫോണുകളാണോ? നമുക്ക് എടുത്ത് യൂസ് ചെയ്യുമ്പോൾ വളരെ ക്യൂരിയോസിറ്റിയും കാണുന്നവരെയൊക്കെ വളരെ കൗതുകത്തോടു കൂടെ ഈ ഫോൺ നോക്കൂ. എന്തൊക്കെയാണ് ഇതിൻ്റെ അഭിപ്രായങ്ങൾ എന്നുള്ളത് നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. അതുപോലെ തന്നെ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നതുവരെ I am going to signing off. This is your friend Fasi Muhammad.